സിൽവർ ലൈനിൽ റെയിൽവേ അലൈൻമെന്റിൽ മാറ്റത്തിന് തയ്യാറെന്ന് കേരയിൽ. അതിവേഗ പാതയെന്ന അടിസ്ഥാന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ദക്ഷിണ റെയിൽവേക്ക് നൽകിയ കത്തിൽ കേരയിൽ പറയുന്നു. അതേസമയം റെയിൽവേ ബോർഡ് നിർദ്ദേശങ്ങൾക്കെതിരെ ഇ ശ്രീധരൻ രംഗത്തെത്തി. സിൽവർ ലൈൻ പദ്ധതിയിൽ നൽകിയ നിർദ്ദേശങ്ങൾ ദീർഘവീക്ഷണമില്ലാത്തതെന്ന് ഇ ശ്രീധരൻ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന് എഴുതിയ കത്തിൽ വിമർശിച്ചു. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു ശ്രീധർ, അതിവേഗ പാത വേണം, എന്നാൽ കേന്ദ്ര മാനദണ്ഡങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പദ്ധതി നടപ്പാകുന്നതിലേക്ക് പോകുന്നുവെന്നായിരുന്നല്ലോ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ശ്രീധരൻ ചൂണ്ടിക്കാട്ടുന്ന അപാകതകൾ എന്താണ്? സുജിയ, സിൽവർ ലൈൻ പദ്ധതിയിൽ ഒരു നിർണായക നീക്കത്തിലേക്ക് കേരയിൽ പോകുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന പദ്ധതിയിൽ മാറ്റം വരുത്താതെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയ കത്തിൽ പറയുന്നത്. എന്തായാലും അതിവേഗ തീവണ്ടികൾക്കുള്ള പ്രത്യേക പാത എന്ന നിലപാടിൽ കേരളിന് മാറ്റമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജിന് പകരം ബ്രോഡ് ഗേജിലേക്ക് മാറാനും തയ്യാറല്ല എന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ മുൻ നിലപാടിൽ രണ്ട് തരത്തിലുള്ള വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരുത്താൻ തയ്യാറാണെന്നും കത്തിൽ പറയുന്നു. ഒന്ന്, റെയിൽവേ ഭൂമി ഒഴിവാക്കാനായി അലൈൻമെന്റിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ്. രണ്ട്, പ്രത്യേക പാതയായി പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് DPRലും മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതും കേരയിൽ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഡിസംബർ 5, 6 തീയതികളിൽ റെയിൽവേ ബോർഡുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കേരളിൻ്റെ ഈ ഒരു പുതിയ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളിനെ പിന്തുണച്ചുകൊണ്ട് ഒട്ടും പ്രൊഫഷണലിസം അല്ലാത്ത നിർദ്ദേശങ്ങളാണ് റെയിൽവേ ബോർഡിൻ്റേതെന്ന് ചൂണ്ടിക്കാട്ടി ഇ ശ്രീധരനും കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റെയിൽവേ ബോർഡ് നിർദ്ദേശം പാലിച്ചാൽ റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ അനുമതി കിട്ടില്ലെന്നും ഈ ശ്രീധരൻ്റെ കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും സമാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശ്രീധരൻ മുഖ്യമന്ത്രിക്കും കത്ത് നൽകി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കേരളിൻ്റെ പുതിയ നിർദ്ദേശത്തോട് കേന്ദ്ര റെയിൽവേ ബോർഡ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായാലും ഒരു നിർണായക നീക്കം കേരളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുജ, ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.